പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മുജാഹിദ് മൗലവി കുട്ടിക്ക് ഭയങ്കര സങ്കടം. എന്തിനാ അറിയോ സങ്കടപ്പെടുന്നത്? അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇവരുടെ നേതാവ് അങ്കടിമുഖർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും, അല്ല കേരളത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും കാഫിറാണ് എന്ന് പച്ചക്കാട് പറഞ്ഞു. അതിനെ ഈ സാധുവായ ഞാൻ പിടികൂടി. അങ്ങനെ പറയാൻ പാടില്ല, ഖുർആനിന്റെ അർത്ഥം അങ്ങനെയല്ല. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവരെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഞാൻ തിരുത്തി. ഇത് ഈ കുട്ടി മൗലവിക്ക് എന്തായിട്ടില്ല, തീരെ ദഹിച്ചില്ല. അയാൾ കടന്ന് കരയാണ്. ലോക മുസ്ലിങ്ങളെ മുജാഹിദ് ബാലുശ്ശേരി ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കാഫിറാക്കുകയാണ് എന്ന് സങ്കടത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. ഖുർആനിക ആയത്ത് ഓതിയിട്ട് മുഫസ്സിറുകളൊന്നും പറയാതെ അയാളുടെ സ്വന്തം വക വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് കാഫിറാക്കിയതിന് പിടികൂടിയതിനാണ് അദ്ദേഹം ഇങ്ങനെ അസഹിഷ്ണുതയോടുകൂടെ പെരുമാറുന്നത്. അധ്യായം 45-ാമത്തെ വചനം, അതിൽ അല്ലാഹ് പറയുന്നത് അറിയോ? സമസ്ത ഇസ്ലാം അല്ല. അങ്ങനുണ്ടോ? അങ്ങനുണ്ട്. ആയത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കാത്ത ആളുകളുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് പറഞ്ഞതിന് മഹാന്മാരായ ഔലിയാക്കന്മാർ അള്ളാഹുവിങ്കിൽ നിന്ന് ഉത്തരം കിട്ടാൻ സബബുകളാണ് എന്നും അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും മഹാന്മാരായ ഔലിയാക്കന്മാർ ഒരിക്കലും തന്നെ ഇലാഹുകളല്ല എന്നും അവർ ആരാധനക്കർഹരല്ല എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഈ ആയത്തോതിയിട്ട് കാഫിറെന്ന് പച്ചക്ക് പറയാൻ ഇയാളുടെയൊക്കെ തൊലിക്കെട്ടി എത്രത്തോളം അപാരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് തഫ്സീറുകൾ പറയാത്തത് എന്ന്. ഖുർആനിന്റെ അർത്ഥം ഖുർആൻ മനസ്സിലാക്കിയ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് പറയാലോ. അരമണിക്കൂറോളമുള്ള വീഡിയോ ഈ സാധു ഇങ്ങനെ കരഞ്ഞ് പരിഹസിച്ച്, അതൊക്കെ അവരുടെ ജന്മസിദ്ധമായ ഗുണവിശേഷങ്ങളാണ്. പരിഹസിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആ പറയുന്ന ശൈലിയൊക്കെ ഉണ്ടല്ലോ, അത് പരിഹാസമാണ്. ഓക്കെ, എന്തോ ആവട്ടെ, അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം കാണിക്കും. അത് മുജാഹിദാമുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അള്ളാഹു താല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്തായാലും അത്ര നേരം അയാൾ പറഞ്ഞിട്ടും എന്തായില്ല. ഇതിന് മുഫസ്സിറുകൾ കൊടുത്ത വ്യാഖ്യാനം ഇങ്ങനെയാണ്: ബാലുശ്ശേരി മുജാഹിദേ, എന്റെ നേതാവേ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ അയാൾ കാണിച്ചില്ല എന്നത് വളരെയധികം സങ്കടമാണ്. ഏതായാലും നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ അയാൾ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, ബാലുശ്ശേരി പറഞ്ഞത് എന്താണ്? നിങ്ങൾ പരിഭാഷ നോക്കാനാണ് പറഞ്ഞത്. സുന്നികളായിട്ടുള്ള ഉസ്താദുമാരെ എഴുതിയിട്ടുള്ള പരിഭാഷ നോക്കാനാണ്. നേരെ മറിച്ച് എന്തല്ല, തഫ്സീറുകൾ നോക്കാനല്ല പറഞ്ഞത്. കാരണം തഫ്സീറുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും, അയാൾ പറഞ്ഞത് പൊള്ളാണ് എന്നും ആളുകളെ കാഫിറാക്കി അവിടുന്ന് നാട് വിട്ടു പോയതാണ് എന്നും എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഈ പാവപ്പെട്ട ഈ മൗലവിക്കുട്ടി പറയാണ്, അദ്ദേഹം പറഞ്ഞത് തഫ്സീർ നോക്കാറൊന്നുമല്ല, പരിഭാഷ നോക്കാനാണ് എന്ന്. സഹോദരങ്ങൾ, ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്താണ്? 39-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ വചനം നിങ്ങൾ സമസ്തയുടെ, നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ ഖുർആൻ പരിഭാഷയിൽ നിന്ന് നോക്കണം. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുജാഹിദാകും എന്നാ പറഞ്ഞത്. ഈ അസ്ലു എന്ന് പറയുന്ന ഞാൻ ചെയ്ത തെറ്റെന്താണ്? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ് പരിഭാഷ നോക്കാനാണ്, ഞാൻ നോക്കിയത് തഫ്സീറാണ്. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റായിട്ട് ഈ സാധു കാണുന്നത്. ഓക്കെ, എന്നാ പിന്നെ നിങ്ങളൊരു ആഗ്രഹമല്ലേ, നമുക്ക് പരിഭാഷ അങ്ങ് നോക്കിക്കളയാം. ഏതായാലും വേണ്ട, നിങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ മൗലവിമാരെഴുതിയ പരിഭാഷ തന്നെ നമുക്ക് നോക്കാം. എന്താണ് ഈ ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്? 39-ാമത്തെ അധ്യായം 45-ാമത്തെ ആയത്തിന് അള്ളാഹുവെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾക്ക് അസഹ്യത അനുഭവപ്പെടുന്നതാണ്. ശ്രദ്ധിക്കണേ, ആരുടെ ഹൃദയങ്ങൾക്കാണ്? പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾക്ക് അസഹ്യത അനുഭവപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്തല്ല, പരലോകത്തിൽ വിശ്വാസമുള്ള കേരളത്തിലെ സമസ്തക്കാരായിട്ടുള്ള സുന്നികളായിട്ടുള്ള മുഅ്മിനീങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. നേരെ മറിച്ച് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് കൃത്യമായി നിങ്ങളുടെ പരിഭാഷ തന്നെ ഞാൻ വായിച്ചിട്ട് പറയണു. അമാനി മൗലവി ഇതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്, മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കുന്നവരല്ലെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് മാത്രം വല്ലതും പ്രസ്താവിക്കപ്പെടുമ്പോൾ അതിൽ തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ അറപ്പും വെറുപ്പും പ്രകടമാകുന്നു. നോക്കൂ, മക്കയിലെ മുശ്രിക്കുകളുടെ ആയ ആളുകളുടെ അടുക്കലേക്ക് അവർ ആരാധിക്കുന്ന ഇലാഹുകളെ കുറിച്ച് പ്രതിപാദിക്കപ്പെടാതിരിക്കുമ്പോൾ അവർക്ക് അറപ്പും വെറുപ്പും പ്രകടമാകുന്നു. നേരെ മറിച്ച് തങ്ങളുടെ ദൈവങ്ങളുടെ പേരും കൂടി കൂട്ടിച്ചേർത്ത് പറയുകയോ, ആരുടെ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് പറയുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് പറയാതെ
അവയുടെ പേരുകൾ മാത്രം പ്രസ്താവിക്കപ്പെടുകയോ ആണെങ്കിൽ അവർ സന്തുഷ്ടരാകും. എത്ര കൃത്യമാണ് നിങ്ങളുടെ മൗലവി എഴുതിയ പരിഭാഷയല്ലേ. ആ പരിഭാഷയിൽ തന്നെ പറയുന്നത് എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ഇലാഹുകളായി കണ്ടിരുന്ന അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അസഹിഷ്ണുതയും, അത് നിങ്ങൾക്കിപ്പോ ഉണ്ടായ അസഹിഷ്ണുത ഉണ്ടല്ലോ, അതുപോലുള്ള ബേജാറും വെപ്രാളും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് സാധുക്കളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ട് എന്നും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിലും അന്ത്യനാളിലും ഒക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ പേരിലേക്ക് വെച്ച് കെട്ടുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് നിങ്ങൾ പരിഭാഷ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ഈ സാധുവിന്റെ ഡയലോഗ് എന്ന് പറയുന്നത് സുന്നികളായിട്ടുള്ള നമ്മൾ തന്നെ അവരെന്താക്കുന്നുണ്ട്, കാഫിറാക്കുന്നുണ്ട്, കാഫിർ എന്ന് പറയുന്നുണ്ട് എന്നൊക്കെയാണ്. ഒരുപാട് ക്ലിപ്പുകളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സമസ്തക്കാരുടെ ഒരു പുസ്തകമുണ്ടല്ലോ, സുന്നി വേദി എന്ന് പറയുന്ന. ആ സുന്നി വേദിയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം പറയുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം പറയുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ച് നോക്കുക. വഹാബികളും മൗദൂദികളും ഒക്കെ ആയിട്ടുള്ളവരെ പോലുള്ള ആളുകളോട് സലാം പറയാൻ പാടില്ല, അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല, അവർ അസ്ലിയായ കാഫറുകളെക്കാട്ടും അധപ്പതിച്ചവരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരു ലേഖനമാണ് അയാൾ ഇവിടെ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസ് സ്വഹീഹ് മുസ്ലിമും അതേപോലെ തന്നെ ഇമാം ബുഖാരി തങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ വായിക്കാം. ലാ യർമി റജുലുൻ റജുലൻ ബിൽ ഫുസൂഖി വലാ യർമീഹി ബിൽ കുഫ്രി ഇല്ലാ ഇർതദ്ദത് അലൈഹി ഇല്ലം യകുൻ സാഹിബുഹു കദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്, വിശ്വാസിയായ ഒരു മനുഷ്യനെ കുറിച്ച് അവിശ്വാസം അല്ലെങ്കിൽ കുഫ്രിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസിയാണെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണ്. അങ്ങനെയുള്ള വിശ്വാസിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കാത്തവരുടെ പേരിൽ ഇറങ്ങിയ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് മുഅ്മിനീങ്ങളെ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ്. ആ കാഫിർ ആരോപണം അവരുടെ ആരാണോ ആരോപിച്ചത് അവരുടെ പേരിൽ തിരിച്ചടിക്കുന്നതാണ്. നിങ്ങൾ ഇന്നൊന്നലും തുടങ്ങിയതല്ലോ മുസ്ലിമീങ്ങൾക്ക് പേരിൽ ഈ കുഫ്രിയത്ത് ആരോപണം. നിങ്ങളുടെ മൗലവിമാരായിട്ടുള്ള പൂർവികർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ സമസ്തക്കാരായിട്ടുള്ള സുന്നികളായിട്ടുള്ള ആളുകൾ കാഫിറാണ് എന്ന് നിങ്ങളുടെ മൗലവിമാർ മുന്നേ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഈ താടി നിരക്കുന്നതിന് മുമ്പും ഇതുപോലെ എന്തായിട്ടുണ്ട്, മുസ്ലിമീങ്ങളെ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കയില് ഹജ്ജിന് പോയിട്ടുള്ള ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളൊക്കെ അവിടെ ഹജ്ജ് ചെയ്തവർ അവിശ്വാസം പുൽകിയത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മിനായിൽ ദുരന്തം ഉണ്ടായതെന്നൊക്കെ ഇയാൾ താടി നിരക്കുന്നതിന്റെ മുന്നെന്തായിട്ടുണ്ട് ഈ മുജാഹിദ് ബാലുശ്ശേരിനെ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങളെ കുഫ്രിയത്ത് ആരോപിക്കുന്ന നിങ്ങൾ ഈ ആരോപണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന അന്ത്യനാളിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, മുഅ്മിനീങ്ങളുടെ പേരിൽ കുഫ്രിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ ആരാണോ ആരോപിക്കുന്നത് അവർ തന്നെയാണ് ആ കുഫ്രിയത്ത് ഏറ്റെടുക്കേണ്ടി വരിക, അവർ തന്നെ കാഫിറായി പോകും എന്ന് പരിശുദ്ധ ഹദീസ് കൃത്യമായി പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തതാണ്? വടി കൊടുത്ത് അടി വാങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ടും ഇങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ല. നിങ്ങൾ ചോദിക്കണം മൗലവിയോട്, എന്തിന് മൗലവി പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പരിഭാഷയിലുള്ളത് എന്താണ്? ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ചിട്ടാണല്ലോ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, സുമർ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തിന് ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ പേരിൽ ഇത് വെച്ച് കെട്ടി? എന്തിന് ആ ആളുകളൊക്കെ മുശ്രിക്കും കാഫിറും എന്ന് പറഞ്ഞു? നോക്കൂ, ആ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന സാധുക്കളായ മുഅ്മിനീങ്ങളല്ലേ ആ പാവങ്ങൾ? അവർ വിവരമില്ലാത്തവരാണ്. അവര് അന്ന് രാത്രി ഇവരുടെ ഭാര്യമാർ ഒരു പക്ഷെ സുന്നിയായിരിക്കും. ഈ സുന്നിയായ ഭാര്യമാര് കാഫിറാണ് എന്ന് ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കേട്ടിട്ട് വിലയിരുത്തിയിട്ട് അന്ന് രാത്രി പോയിട്ട് ആ ഭാര്യമാരെ കൂടെ കിടന്നുറങ്ങുമ്പോ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു വൈകാരികമായി പറയല്ലേ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കാഫിറാണ് എന്ന് സുന്നിയായ തന്റെ ഭാര്യയെ കുറിച്ച് ഈ മൗലവി പറഞ്ഞ് വിശ്വസിച്ചു പോയിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുന്നത് കാഫിറായ ഭാര്യയുടെ കൂടെയാണ് എന്നല്ലേ ഇദ്ദേഹത്തിന് മനസ്സ് പറയാ. എത്ര ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത്ര ഗൗരവമുള്ള വിഷയത്തെ വളരെ സിമ്പിളായി ഇങ്ങനെ ലാഘവത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ തൊട്ട് അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്.